ഹലോ, ദിസ് ഈസ് ഡോക്ടർ ഗോപകുമാർ, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. എന്ന് പറയാൻ പോകുന്ന വിഷയം സന്തോഷത്തിന് ഒരു മറുവശമുണ്ട് എന്നുള്ളതാണ്. അതായത് നമ്മുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്കൊരു അച്ചീവ്മെന്റ് ആയിട്ട് നമ്മൾ കരുതി വെച്ചിട്ടുണ്ട്. അത് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട് എന്നുള്ള രീതിയിൽ. എന്നാൽ അതിൽ ഒരു മറുവശം, ഒരു കഥയായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഒരു പിതാവിന് 3 പെൺകുട്ടികൾ. ജനിച്ചപ്പോഴേ ഒരു പെൺകുട്ടിക്ക് കണ്ണു കാഴ്ചയില്ല. പല ഹോസ്പിറ്റൽസിലും കൊണ്ടുപോയി, പല കാര്യങ്ങളൊക്കെ ചെയ്തു, വലിയ പ്രയോജനമൊന്നും കിട്ടിയില്ല. വർഷങ്ങൾ കഴിഞ്ഞു. 2 കുട്ടികളുടെ വിവാഹം കഴിഞ്ഞു. 3ാമത്തെ ആൾക്ക് കല്യാണം കഴിയുന്നില്ല. കാരണം അവൾ അന്ധയായി പോയതുകൊണ്ട് ഒരുപാട് വിവാഹാലോചനകൾ മുടങ്ങിപ്പോകുന്നു. അങ്ങനെ വളരെ ദുഃഖത്തിലാണ് അവർ. ഒരു ദിവസം അവിടെ ഒരു ക്യാമ്പ് നടക്കുന്നു. അടുത്ത നാട്ടിലൊരു ക്യാമ്പ് നടക്കുന്നു. പുറത്തുനിന്നൊരു ഡോക്ടർ വന്നു. ആ ക്യാമ്പിൽ ഈ കുട്ടിയെ പരിശോധിച്ചു. ഡോക്ടർ പറഞ്ഞു നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഹോസ്പിറ്റലിൽ വിളിച്ച് ഒരു പുതിയ മോഡേൺ ടെക്നോളജി ഒക്കെ അവിടെ ഉണ്ടായിരിക്കുമല്ലോ. അങ്ങനെ അവരൊരു ഓപ്പറേഷൻ നടത്തി. നോക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓപ്പറേഷൻ നടത്തിയപ്പോൾ ദൈവം അനുഗ്രഹിച്ചു. അവിടെ കണ്ണു കാഴ്ച ആ പെൺകുട്ടിക്ക് കിട്ടി. അപ്പൊ കൂടെയുള്ള ആൾക്കാർ പറഞ്ഞു, ചേട്ടാ നമുക്കിതൊന്ന് ആഘോഷിക്കണം എന്ന് പറഞ്ഞ് എല്ലാം ഒരു ആഘോഷം, ഒരു സന്തോഷം, ഒരു ചെറിയൊരു പാർട്ടി പോലെ നമുക്ക് നടത്താം, എല്ലാവരെയും വിളിക്കാം എന്ന് പറഞ്ഞ് അവർ അവിടെ പാർട്ടിയും കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നു. എന്നാൽ ആ പിതാവിന്റെ മുഖത്തിൽ ദുഃഖം. അപ്പൊ കൂട്ടുകാരൻ ചോദിച്ചു, ചേട്ടാ എന്നാ പറ്റി, എന്താണ് ദുഃഖം? അപ്പൊ പുള്ളി ഇങ്ങനെ പറയുന്നതാ, അതായത് തന്നെ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് എന്റെ കയ്യിലൊന്നുമില്ല, അതിനിപ്പോ എന്താ കുഴപ്പം? അല്ല, അങ്ങനെയല്ല, ഈ പെൺകുട്ടിക്ക് ഇനിയും വിവാഹാലോചനകൾ വരും, ഞാൻ എന്ത് ചെയ്യും? എന്റെ കയ്യിൽ ഉള്ളതെല്ലാം 2 പെൺകുട്ടികൾക്ക് ഞാൻ കൊടുത്തല്ലോ, ഇവൾക്ക് കല്യാണമാകില്ല എന്ന് വിചാരിച്ച് അവരെ ഞാൻ വളരെ സന്തോഷപൂർവ്വം ഞാൻ പറഞ്ഞു വിട്ടു. ഇനി ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഇനി ഉണ്ടാക്കണ്ടേ കാര്യങ്ങളൊക്കെ, ഞാൻ ഇനി എല്ലാം ചെയ്യണ്ടേ എൻ്റെ മകളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട്? അത് ആലോചിച്ചാണ് എനിക്ക് വിഷമം, സങ്കടം, ദുഃഖം. നോക്കൂ, എത്രത്തോളം ഒരു സന്തോഷം ഉണ്ടെങ്കിലും ചിലപ്പോഴൊക്കെ അതിൻ്റെ പിന്നിൽ ഒരു വിഷമം ഉണ്ടാവാം. അതേപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിലും ചില അച്ചീവ്മെന്റ്സുകൾ. നമുക്കൊരു അഡ്മിഷൻ കിട്ടുന്നു, അല്ലെങ്കിൽ നമ്മളൊരു വീട് വയ്ക്കുന്നു, അല്ലെങ്കിൽ നമ്മളൊരു സ്ഥലത്ത് പോകുന്നു, അല്ലെങ്കിൽ നമ്മളൊരു കാർ മേടിക്കുന്നു. ഇതെല്ലാം നമ്മുടെ പലർക്കും പല രീതിയിലുള്ള അച്ചീവ്മെന്റ്സുകളാണ്. അപ്പോൾ ഈ അച്ചീവ്മെന്റ്സുകൾ കിട്ടിക്കഴിയുമ്പോൾ അത് കഴിഞ്ഞിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട പാടാണ്. അത് മെയിൻ്റെനൻസ് ആകാനുള്ള ശ്രമങ്ങൾ. അത് കഴിയുമ്പോഴത്തേക്കും അത് വേറെ ആഗ്രഹങ്ങളിലോട്ട് പോകുന്നു, വേറെ ആഗ്രഹങ്ങൾ അവിടെ നടക്കുന്നു, അല്ലേ? അതുകൊണ്ട് ആഗ്രഹങ്ങൾ എൻഡ്ലെസ് ആണ്. ആഗ്രഹങ്ങളുടെ പുറകെ നമ്മൾ പോകണം. പക്ഷെ അവിടെ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടും അതിന് വലിയൊരു സങ്കടം അവിടെ പെടേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഈ ടോക്കിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. താങ്ക് യു വെരി മച്ച്.